നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഔട്ട്കം എന്താണ് നോക്കാം നമുക്ക്. ആദ്യം നിങ്ങളുടെ പ്രധാന പ്രശ്നം, അതിനുള്ള അഡ്വൈസ്. പിന്നെ അഡ്വൈസ് സ്വീകരിച്ചാലുള്ള ഔട്ട്കം. ആദ്യമായി നിങ്ങളുടെ പ്രധാന പ്രശ്നം ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് വൈകാരികമായി വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുള്ള ഒരു സമയമാണിപ്പോൾ. മാനസികമായി എന്തോ വലിയൊരു വിഷമം നിങ്ങളെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും അതൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റക്കായ അവസ്ഥയിലാണ്. ഒരു വൈകാരികമായ ഒരു ഷോക്ക് നേരിട്ടത് കൊണ്ട് സ്റ്റക്കായ ഒരു അവസ്ഥയിലാണ്. എന്തോ ഒരു ചിലർക്കൊരു പ്രണയം മുളയിലെ നുള്ളി കളഞ്ഞ പോലത്തെ ഫീലിംഗ് ആയിരിക്കാം. ചിലർക്ക് അങ്ങനെ എന്തോ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഹീലിംഗ്, ഒരു സെൽഫ് റിഫ്ലക്ഷൻ്റെ അതുപോലെ ഹീലിങ്ങിൻ്റെ ആവശ്യം ഉണ്ട് ഈ സമയത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു വൈകാരികമായ ഒരു തിരിച്ചടിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് നോക്കാം. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും നമുക്ക് ലഭിച്ചിട്ടുള്ള, ഇല്ലാത്തതിൽ ഫോക്കസ് ചെയ്യരുത്. നമുക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത് അതിൽ ഫോക്കസ് ചെയ്യുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് ഒരു സെൽഫ് കെയർ. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെൽഫ് ലവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാർഡാണത്. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. മറ്റുള്ളവരുടെ സ്നേഹമല്ല നിങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്, സ്വയം സ്നേഹിക്കുക, അതാണ് നിങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആക്ഷൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വൈകാരികമായ ബ്ലോക്കേജിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നമ്മൾക്ക് നമ്മളെ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ പരിഗണിക്കുന്നുവോ, എങ്ങനെ കാണുന്നുവോ അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യം ഇല്ല. നമ്മൾ സ്വയം നന്നാവുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. നമ്മൾ പറയില്ലേ, ചേസിങ് ചെയ്യരുത്, ഒരു ബട്ടർഫ്ലൈനെ ചേസ് ചെയ്യരുത്. എത്രത്തോളം നമ്മൾ ചേസ് ചെയ്യണോ അതത് പറന്ന് പോവുകയുള്ളൂ. അതേ സമയത്തേക്ക് നമ്മൾ നമ്മളുടെ പൂന്തോട്ടം നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് തന്നെ പൂന്തോട്ടത്തിലേക്ക് വരുന്ന പറയും. അതേമാതിരി തന്നെയാണിത്. നമ്മൾ നമ്മളെ സ്വയം നന്നാക്കി കഴിഞ്ഞാൽ, സ്വയം സ്നേഹിച്ച് സ്വയം നന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. അങ്ങനെ ചെയ്താൽ ഔട്ട്കം എന്താണെന്ന് നോക്കാം. 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ കറക്റ്റ് പാർട്ട്ണർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വൈകാരികമായ ബ്ലോക്കേജ് ഒക്കെ മാറ്റി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തും.